തീരെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയല്ല, സ്നേഹക്കൂടുതല. എനിക്ക് എന്തോ സ്നേഹമായിട്ടല്ല തോന്നുന്നത്, അച്ഛന് തന്നെ സംശയം. അതെ മഹി, സ്നേഹത്തിൽ വിശ്വാസം വേണ്ടത്, അല്ലാതെ സംശയം ആവരുത്. ഒരുപക്ഷെ തന്റെ അച്ഛന് തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ട് തന്നെയാണെന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. ഇങ്ങനെ കോളേജിൽ എങ്ങനെ ചെക്ക് ചെയ്യാനും വരില്ലായിരുന്നു. തന്നെ അച്ഛന് വിശ്വാസം ഇല്ലെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റൗഡികളെയും കൂട്ടി വിടുമായിരുന്നോ? ആലോചിക്കേ. തീരെ വിശ്വാസമില്ലെന്ന് ചോദിക്കേ. എന്തിനാ മോളെ ഇങ്ങനെ വിശ്വാസമില്ലെന്ന് പറയുന്നത്? നീ എന്റെ ജീവനല്ലേ. എന്നാ ഇനി മുതൽ അവരാരും എന്റെ കൂടെ വരണ്ടെന്ന് പറ. അവര് വന്നാ ഞാൻ കോളേജിൽ പോവില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നമ്മൾ വലിയ പണക്കാരല്ലേ. മോൾക്ക് സെക്യൂരിറ്റി എന്നില്ലെങ്കിൽ നമുക്കല്ലേ അതിന്റെ മോശം. നിനക്കെന്താ ഭ്രാന്ത? എന്ത് വിലയുള്ള സാധനങ്ങൾ ഈ എറിഞ്ഞു പൊട്ടിക്കുന്ന തല്ലുകൊള്ളും പറഞ്ഞേക്കാം. നീ മിണ്ടരുത്. അവൾക്ക് ദേഷ്യം വന്നാൽ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പൊട്ടിച്ചെന്നിരിക്കും. അവൾ എന്റെ മോളാ, പൊട്ടിച്ചോട്ടെ. മോളെ മഹി, എന്റെ പൊന്നല്ലേ. ഇങ്ങനെ വീശി എറിഞ്ഞാ മോളുടെ കൈ വേദനിക്കുള്ളൂ അച്ഛന്റെ പേടി. അതുകൊണ്ടല്ലേ പറയുന്നത്. എന്റെ തങ്കമല്ലേ, അച്ഛന്റെ പുന്നാര മോളല്ലേ. വഴക്കിടല്ലേ. നാളെ മുതൽ ഒരുത്തരും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ. ഓക്കെ അല്ലേ? അല്ലേ മോളെ? അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു. ഇന്നിന്റെ മയിലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. മയിലോ? എന്ത് മയിലേ? മയിലെന്ന് പറഞ്ഞാൽ മനസ്സിലെ മയില്. അക്ഷരം മാറ്റണം. വേണ്ടെങ്കിൽ വിട്ടോ സാറേ, ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ. ഇല്ല ബണ്ണി. നന്ദു, ഇന്ന് മഹാലക്ഷ്മി എന്താ കോളേജിൽ വരാത്തെന്നറിയോ? അറിയില്ല. മഹാലക്ഷ്മിയുടെ കാര്യം വിട്ടേക്കടാ. അവളുടെ അച്ഛൻ അറിഞ്ഞ നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഏയ്, പ്രേമത്തിനേക്കാളും പവർന്ന് പെട്രോളിലില്ലടാ. നിന്റെ ഉപദേശമൊക്കെ മതി. ചെന്ന് മഹാലക്ഷ്മി എവിടെ നിന്ന് അന്വേഷിക്കാൻ നോക്ക്. എടാ, ഞങ്ങൾ എത്ര അന്വേഷിച്ചിട്ടും മഹാലക്ഷ്മി വരാഞ്ഞതിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. വേറെ വഴിയുണ്ടാ? അതെന്താ? സംസാരിക്കും സാറേ. ഫോൺ എടുക്കാതെ എങ്ങനെയാണ് സംസാരിക്കുന്നേ? ആരെങ്കിലും വന്ന് എടുക്കട്ടെ. ഹലോ അമ്മേ, ഞാൻ ദേവസ്യ പ്രിൻസിപ്പാൾ. മോളെന്താന്ന് പറയാഞ്ഞേ? അവളെവിടെ പോയിരിക്ക? അവളെവിടെയോ പോയിരിക്കുക. എവിടേക്ക് പോയെന്ന് ചോദിക്കേ. അതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താടാ? ചുമ്മാ ചോദിച്ചാரு സാർ. അമ്മേ, എവിടേക്ക് അമ്മേ മോള് പോയിരിക്കുന്നേ? സുധീർ എന്നൊരു പയ്യനെ കാണണമെന്നും പറഞ്ഞ അവള് പോയത്. സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാൻ അവള് പോയിരിക്കുന്നെന്ന്. നീ ഇനിയെങ്കിലും ഇവിടുന്ന് വെളിയിൽ പോയില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിപ്പോകും. പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. കണ്ടില്ലേ, നിന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ എന്റെ മോന്റെ കണ്ണ് അവർ പൊട്ടിച്ചത്. നീ ഇനി ഇവിടെ വന്നെന്നറിഞ്ഞാൽ അവന്റെ ജീവനായിരിക്കും എടുക്കുന്നത്. കളക്ടറാകാൻ വേണ്ടി പഠിച്ച എന്റെ മോനാ ഇതായിരിക്കുന്നത്. കണ്ടില്ലേ? ദയവ് ചെയ്ത് കുട്ടി ഇനി ഇവിടെ വരരുത്. അതല്ല അങ്കിൾ, എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി. അതൊന്നും വേണ്ട, മോളൊന്ന് പോ. മഹി, നീ എന്തിനാ കരയുന്നേ? നീ കാരണം സുധീറിന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ? അവന് കണ്ണ് ഞാൻ കൊടുക്കും. എങ്ങനെ? ഡേയ്, ജയ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട്, ഓപ്പറേഷൻ റെഡിയായി നിന്നോളം പറ. അതാരാടാ ബണ്ണി? Listen to me, the man, the bunny, see, don't play naughty, see what I mean, the power he has is forever. Bunny, he's the macho man. Bunny, don't play the thing you can. Bunny, he's got the style of the future. Bunny, the attitude is high. Bunny, Bunny. ആരാടാ നീ? എന്തിനാണ് തല്ലുന്നത്?
എടാ നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത്? എന്റെ അമ്മ എടാ അത് തീയാണ്ട പൊള്ളി പോടാ. నొప్పి నొప్పి గుండెంత నొప్పి എടാ മോനെ, നീ ഞാനും തമ്മിൽ പരിചയമില്ല, ഒന്ന് കാര്യം പറഞ്ഞിട്ട് അടിച്ചോ. ഇത് ആശുപത്രിയാണല്ലോ. ഇതിലൊപ്പിട. ഡോക്ടറാ? എന്തിനാ ഒപ്പിടുന്നേ? ഇടാലോ. സൂര്യ അണ്ണാ, എന്തു പറ്റിയടാ? എന്റെ കണ്ണ് മോഷ്ടിച്ചണ്ണ. കണ്ണ് മോഷ്ടിക്കുന്ന എങ്ങനെടാ? ചായ കുടിക്കായിരുന്നണ്ണ, ഒരുത്തൻ വന്ന് എന്നെ അടിച്ചിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവൻ ആരാണെന്ന് അന്വേഷിച്ചോടാ? അന്വേഷിച്ചപ്പോ കറുത്ത ഒരുത്തനാന്നാ പറഞ്ഞത്. അതേണ്ട, അവൻ നല്ലോണം കറച്ചിട്ടാണല്ലോടാ. There are 3 levels in which morphology can be classified. They are ഫ്രണ്ട്സ്, സുധീർ ഇതിനു മുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പ്ലീസ് വെൽക്കം ഹിം. മണ്ണി, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതല്ലേ. സുധീർ, എന്താ ഇത്? നീ ഒരു കളക്ടർ ആവണം നിന്റെ അച്ഛനമ്മമാരുടെ മോഹം. ഉഴപ്പി നടക്കരുത്, അത് നിറവേറ്റണം. ബണ്ണി മോനെ, നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമെന്ന് ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ നിനക്ക് 100 മാർക്ക് തരിക ഞാൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട്? ദായി കണ്ണീര് പോരെ. ഗുഡ് മോർണിംഗ് സർ. ആ മഹാദേവൻ, വാ വാ വാ, ഇരിക്കിരിക്കും. അല്ല, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നുമില്ല സർ, സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതി. എടാ മോനെ തരുൺ, സർ എന്റെ മകനാണ്, അങ്ങ് അമേരിക്കയിലാണ്. എനിക്കറിയാം, എന്റെ മോളെ ഇവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ? സർ അത് നീ ഒന്നും വേണ്ട. സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാൽ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കരുതിയോ? നിനക്ക് എന്റെ ഒരു രോമത്തിന്റെ വിലയുണ്ടോടാ? എന്റെ കയ്യിൽ നിന്ന് വീഴുന്ന എച്ചിലിന് വേണ്ടി എന്റെ കാൽക്കൽ ഒരു പട്ടിയെ പോലെ നടന്നൊക്കെ മറന്നുപോയോ നീ? ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ സർ. ഈ 20 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു. ശരിയായിരിക്കും. 20 വർഷം മുമ്പ് എന്റെ ഷൂവിന്റെ വില വെറും 500, ഇപ്പൊ അത് 5000. വില കൂടുതലാണെന്ന് പറഞ്ഞ് ഈ ഷൂ എടുത്ത് എന്റെ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. കാലില് തന്നെ ഇടണം. നീയും ഇതുപോലെയാ. എന്റെ മോള് മഹാറാണിയാ. അവളെ ഒന്ന് നോക്കണമെങ്കിൽ പോലും നീ നിന്റെ മോന് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ക്ഷമിക്കണം സാർ, എന്നോടൊന്നും തോന്നരുത്. അങ്ങനെയൊന്നും ആഗ്രഹിച്ചു പോയി. സാർ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല. വരട്ടെ സാർ. വടാ.